റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്തേക്ക് ഏതെങ്കിലും ഒരു ദിമ്മി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് ശത്രുത കാണിക്കാതെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ലോകത്ത്. ശത്രുത വളരെ കുറച്ചുള്ളൂ. അത് എഴുതുന്നവരും പറയുന്നവരും അതിലും കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതെല്ലാം ഇങ്ങനെ വെറുതെ തോന്നുകയാണ്. വളരെ ചെറിയൊരു മൈന്യൂട്ട് ശതമാനമാണ് ഈ ശത്രുതയും വെറുപ്പും കൊണ്ട് നടക്കുന്നത്. കോടിക്കണക്കിന് അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഉമ്മത്തിനോട് ദയാവായ്പുള്ളവരാണ്. ഒരുപക്ഷെ അവർ എഴുതുന്ന കമന്റ് ഇടുന്നുണ്ടാവില്ല എന്ന് മാത്രം. തങ്ങൾ പറയാം, നാളെ പരലോകത്ത് ഒരു ദിമ്മിയായ മനുഷ്യൻ, ഒരു മുസ്ലിം എന്നെ വഞ്ചിച്ചു എന്നോ കബളിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എന്നോട് അനീതി ചെയ്തുവെന്നോ പറഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ ഫഅന ഹജീജുഹു ദൂന, ഈ മുസ്ലിമിനെതിരെ ആ അമുസ്ലിമായ മനുഷ്യന്റെ കൂടെ ഞാൻ അമുസ്ലിമിന് വേണ്ടി അള്ളാഹിന്റെ കോടതിയിൽ വാദിക്കാനായിരിക്കും ഞാൻ നിൽക്കുന്നത്. നബിയെ, ഞാൻ മുസ്ലിമല്ലേ, എന്റെ കൂടെ നിങ്ങളില്ലേ എന്ന് എന്നോട് ചോദിക്കരുത്. അനീതിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നീതിക്ക് വേണ്ടി ഞാൻ അമുസ്ലിമിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള വിഷയമാണ് അൽ മുഖ്സിതു സുബ്ഹാന. നീതി നടപ്പാക്കണം. യഅ്ദിലുഹു അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ മുത്തഖീങ്ങളാണോ? അതാണ് ചെയ്യേണ്ടത്.